അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തീരുവ യുദ്ധം അത് വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. 25% താരിഫ് ആദ്യം ഏർപ്പെടുത്തി, പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ എന്നോണം ഇന്ത്യക്കുമേൽ തീരുവ വീണ്ടും കൂട്ടി 50%-ഓളം ചുങ്കമാണ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ പൂർത്തിയായി ഏകദേശം 3 ആഴ്ചകളെ കൊണ്ട് ഇത് നിലവിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഇന്ത്യ ഇത് അംഗീകരിക്കില്ല എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അനിൽ വർമ്മ സാറാണ്, ഗുരുവായൂരപ്പൻ കോളേജിൽ എക്കണോമിക്സ് വിഭാഗം ഫാക്കൾട്ടിയാണ്. സർ, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സർ, കഴിഞ്ഞ തവണ ഇൻസൈറ്റിൽ സർ സംസാരിച്ച സമയത്ത് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോബൽ സമ്മാനം കിട്ടിയ പോൾ ക്രുഗ്മാൻ അടക്കമുള്ള എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് ട്രംപ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസർമാർ ChatGPT നോക്കി പോളിസി തീരുമാനിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ താരിഫ് വാറൊക്കെ വന്നിട്ടുള്ളതെന്ന്. ഈ ഒരു തീരുമാനവും അതുപോലെ തന്നെ ആയിരിക്കും? അതല്ല, ട്രംപിന് മറ്റെന്തൊക്കെ താല്പര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഇന്ത്യക്ക് മേൽ പിഴയിടുക എന്ന രൂപത്തിൽ താരിഫ് ഏർപ്പെടുന്നതിന് പിന്നിലുണ്ടാവുക? യഥാർത്ഥത്തിൽ ടാരിഫ് എന്ന് പറയുന്നത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ചുമത്തുന്ന ഒരു ടാക്സ് ആണല്ലോ. അതിനെ ഒരു പോളിസിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, അത് രാജ്യത്തെ ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന രീതിയിൽ ടാരിഫ് കുറച്ച് വെച്ചുകൊണ്ട് ആ രീതിയിൽ ഉപയോഗിക്കാം. ടാരിഫ് മുഴുവനും കുറയ്ക്കണം എന്നുള്ളൊരു അന്താരാഷ്ട്ര തലത്തിൽ ടാരിഫുകൾ കുറച്ച് കൊണ്ടുവരണം എന്നുള്ള മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ് WTOയുടെ ഒക്കെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതല്ല, റീജിയണലായിട്ട് പ്രിഫറൻഷ്യൽ ടാരിഫ് റിഡക്ഷനുകൾ പല FTAകൾ വഴി, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ വഴി ആ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഫ്രീ ട്രേഡാണ് ലോകത്തിലെ ഏറ്റവും നല്ല സാമ്പത്തിക നയം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കുറേ കാലമായി അമേരിക്ക അടക്കമുള്ള സാമ്പത്തിക ശക്തികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ടാരിഫുകൾ റെഡ്യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ സൗത്തിലുള്ള രാജ്യങ്ങളോടെല്ലാം, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളോടെല്ലാം അവരുടെ തീരുവകൾ വെട്ടിച്ചൊരുക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് കാർഷികോൽപ്പന്നങ്ങൾ മുതൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ചെറിയ രീതിയിലാണെങ്കിൽ വലിയ രീതിയിലാണെങ്കിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെയൊക്കെ തീരുവ ഭയങ്കരമായിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോകം മുഴുവനും സപ്ലൈ ചെയിനുകൾ വികസിച്ച് വന്നിട്ടുണ്ട്. ആ രീതിയിൽ പ്രോഡക്റ്റുകൾ രാജ്യാതിർത്തികൾ കടന്ന് പ്രോഡക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നുമുണ്ട്. പെട്ടെന്ന് ട്രംപ് ഈ ഒരു രീതിയിലേക്ക് മാറാനുണ്ടായ കാരണം ആഭ്യന്തരമായിട്ട് ട്രംപിന് നേരിടുന്ന പല പ്രശ്നങ്ങളുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മുൻപ് ഞാൻ സൂചിപ്പിച്ച ഫ്രീ ട്രേഡിൻ്റെ ഭാഗമായിട്ട് തന്നെ, സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്ക ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിരുന്നത് അമേരിക്കയിലെ മാനുഫാക്ചറിങ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും, പ്രത്യേകിച്ച് ചൈനയിലെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്, ഗ്ലോബൽ സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം. പിന്നെ അമേരിക്കയുടെ തന്നെ സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ട് ജോലി നഷ്ടപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ സപ്പോർട്ട് ട്രംപ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ട് നേടിയിട്ടുണ്ട്. അതിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടെ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും അമേരിക്കയെ മാഗ എന്ന് പറയുന്ന, വീണ്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റർ അഗെയിൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വീണ്ടും അമേരിക്കയെ ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി താൻ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് ട്രംപ് പറയുന്ന കാര്യം. പക്ഷേ അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഈ ടാരിഫിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ജനങ്ങൾക്ക് ഗുണകരമാക്കുന്ന പദ്ധതിയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സ്വന്തം സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരായുധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ട്രംപ് ഇപ്പം കൈക്കൊള്ളുന്ന നടപടി രണ്ടാമത് പറഞ്ഞതാണ്. അതായത് ടാരിഫിനെ സ്വന്തം സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത് അമേരിക്കയുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണ്. ആ ആഭ്യന്തര കാര്യം പൂർത്തീകരിക്കാനായി മറ്റ് ട്രേഡിംഗ് പാർട്ട്ണർമാർ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളണം. 25% ടാരിഫ് ഏർപ്പെടുത്തി, 50% ടാരിഫായിട്ട് ഉയർത്തി. അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചീപ്പായിട്ട്
പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലത്തുനിന്ന്, അത് എന്തിൻ്റെ പേരിലായാലും പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങാതെ നിങ്ങൾ പിന്നെ അമേരിക്കയുമായിട്ട് ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ടാരിഫ് നെഗോസിയേഷൻസ് നടത്തണം എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്നത് അവരുടേതായ ഒരു കാര്യം നേടാൻ വേണ്ടി ട്രേഡിംഗ് പാർട്ട്നേഴ്സിൻ്റെ കോസ്റ്റിൽ അത് നേടാനുള്ളൊരു ശ്രമമാണ്. അതിനെ ഒരു പുതുയുഗത്തിലൊരു സാമ്രാജ്യത്വ താല്പര്യമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. നേരത്തെ ഈ ട്രംപ് അധികാരത്തിലെത്തി ആദ്യം ഈ ചൈനക്കെതിരെ അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കെതിരെ ഒരു പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ ഡയറക്റ്റ് നെഗോഷിയേഷൻ ടേബിളിലേക്ക് പോയി അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാര്യങ്ങളൊന്നുകൂടി PM തന്നെ നേരിട്ട് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും ഞങ്ങൾ റെഡിയാണ്, പേരെടുത്ത് പറയുന്നില്ലെങ്കിലും നേരിട്ട് തന്നെ ഒരു നടപടികളിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ 50% താരിഫിൻ ഏർപ്പെടുത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിനിധികൾ റഷ്യയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു, റഷ്യയുമായുള്ള ട്രേഡ് കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ട്രംപിൻ്റെ ഭീഷണി അവിടെ ഉണ്ടായിട്ടും അതിന് വഴങ്ങിക്കൊടുക്കാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നുണ്ട്. ഇത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കും. കാരണം നേരത്തെ ഒന്നുകൂടി വിധേയപ്പെടുന്നൊരു കാഴ്ചയായിരുന്നു, ഇപ്പോൾ നേരെ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 മാർഗങ്ങളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്. ഒന്ന് പരിപൂർണമായിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ബ്രിക്സ് പോലെ ഇന്ത്യ നിലനിൽക്കുന്ന ഇപ്പം നിലനിൽക്കുന്ന വ്യാപാര ബന്ധങ്ങൾ, ബ്രിക്സ് പോലെയുള്ള സ്വതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ 50% ടാരിഫ് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തുള്ള എക്സ്പോർട്ടേഴ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്തു നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടത്തരം അല്ലെങ്കിൽ വളരെ ബേസിക് ക്വാണ്ടിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഷ്രിമ്പ് പോലെയുള്ള ഐറ്റമുകൾ, അതുപോലെ തന്നെ ചെറിയ വസ്ത്ര വ്യാപാരികൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ വളരെ ഭീകരമായിട്ട് ബാധിക്കുന്നതാണ് ഈ പറയുന്ന എക്സ്പോർട്ട്, ഈ പറയുന്ന ടാരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരെ ശക്തിപ്പെടുത്തുകയും അവർക്ക് വേണ്ട തരത്തിൽ അവരുടെ എക്സ്പോർട്ട് റീറൂട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡുള്ള സൗത്ത് ഏഷ്യ പോലെ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിൽ ഉള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ പ്രോഡക്റ്റുകളുടെ സപ്ലൈ ചെയിൻ വ്യാപിപ്പിക്കാനും ഈ ഒരു അവസരം ഉപകരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു പരിധിവരെ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ബ്രിക്സ് സംഘടനയുടെ അതിൽ ഇന്ത്യയുടെ ഒരു പങ്കാളിത്തം കൂടി ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബ്രിക്സിൻ്റെ നേതൃത്വത്തിലൊക്കെ സ്വന്തം കറൻസി ഉപയോഗിച്ച് ഒരു ഡീഡോളറൈസേഷൻ പോലുള്ള നടപടികളിലേക്കൊക്കെ അതിന് ഒന്നുകൂടി ഇന്ധനാവോ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു ചുങ്കം? അതെ, തീർച്ചയായിട്ടും. അതായത് ട്രംപ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഡോളറിന് നേരെ ഉണ്ടായ ഒരു വെല്ലുവിളി, ഡോളർ ഒരു ഗ്ലോബൽ കറൻസിയാണ് എന്നുള്ള രീതിയിൽ, ഒരു റിസർവ് കറൻസിയാണ് എന്നുള്ള രീതിയിൽ നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതിന് നേരെ ഉയർന്ന ഒരു വെല്ലുവിളി പരിഹരിക്കാൻ വേണ്ടി ടാരിഫിനെ ആയുധമാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം അത് യഥാർത്ഥത്തിൽ ഡോളർ ഒരു ഗ്ലോബൽ കറൻസി ആകുന്നത് ട്രേഡിന് രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡോളർ ഉപയോഗിക്കുന്നത് വഴി, അമേരിക്കയായിട്ട് തന്നെ വേണമെന്നില്ല, വേറെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിന് പോലും ഡോളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു റിസർവ് കറൻസിയായി മാറിയിട്ടുണ്ട്. അതിനെതിരെയുള്ളൊരു വെല്ലുവിളി ഉയർന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രംപ് അതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഡോളറിനെ വീണ്ടും അമേരിക്കയുടെ, അതാണ് മാഗായിൽ വരുന്നതാണതല്ല, അപ്പോൾ ആ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ചെയ്തൊരു കാര്യമാണിത്. യഥാർത്ഥത്തിൽ ബ്രിക്സിനകത്ത് നടക്കുന്ന ട്രേഡ്, പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവർ ഡോളറിന് പകരം ഒരു കറൻസി എഗ്രിമെൻറ്റ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉള്ള മൂവ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അത് ഡോളറിനൊരു വെല്ലുവിളിയാണെന്ന് തന്നെയാണ് അവർ കാണുന്നത്. പക്ഷേ അടുത്ത കാലത്തൊന്നും അത്തരത്തിലൊരു വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു ലോകക്രമമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും അതിനെ പ്രതിഫലിക്കുക? അതിന് ഒരു തൊഴിൽ നഷ്ടം അടക്കമുള്ള കാര്യങ്ങൾ
അത് അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും? അതെ, അമേരിക്കൻ മാർക്കറ്റിൽ എത്രത്തോളം നമ്മൾ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾ എത്രമാത്രം അവിടെ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും, വില കൂടുമ്പോൾ അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് എത്രമാത്രം വ്യത്യാസപ്പെടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അമേരിക്കൻ മാർക്കറ്റിലെ ഇമ്പാക്റ്റ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഉൽപ്പന്നങ്ങൾ അത്ര പ്രൈസ് ഇലാസ്റ്റിക് അല്ല, പ്രൈസ് ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ അത് വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയില്ല. മാത്രമല്ല അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വളരെ കൂടുതലാണ്. അതിൽ ട്രേഡ് ഉണ്ടാക്കുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് പിന്നെ ഇതിനേക്കാളും കൂടുതൽ അല്ലാത്ത ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വഴി ഉണ്ടാകുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റാണ്. ട്രേഡ് ഉണ്ടാക്കുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് തന്നെ നോക്കിയാൽ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. പക്ഷേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതായത് വൻകിട എക്സ്പോർട്ടേഴ്സിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചെറുകിട ഇടത്തരം എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% ടാരിഫ് കൂടുതൽ ചുമത്തുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് പിന്നെ കയറ്റി അയക്കുന്നത് ഇപ്പോൾ തന്നെ അവർ വളരെ ബ്രിമ്മിലാണ്. അവർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൻ്റെ രീതിയിലും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാനിറ്ററി മെഷേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഒരുപാട് പ്രശ്നങ്ങൾ, ലൈനേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ ബിസിനസ് കുറേ കൂടെ ബുദ്ധിമുട്ടാകും. അപ്പോഴത് തീർച്ചയായിട്ടും പ്രൊഡക്ഷനെ ബാധിക്കും, സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഡൊമസ്റ്റിക് ഡിമാൻഡ് അവർക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്നാളുകൾ ചോദിക്കുന്നുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണത്. പക്ഷേ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഒന്നും നമുക്ക് പറയുന്നത് പോലെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എക്സ്പോർട്ട് സപ്പോർട്ടീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അതേപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് പർച്ചേസിംഗ് പവർ കിട്ടുന്ന രീതിയിലുള്ള എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസീസ് ഗവൺമെൻറ് കൈക്കൊള്ളണം. അങ്ങനെയൊക്കെ അത് നേടാൻ പറ്റുള്ളൂ. ഈ ടാരിഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ആണ് യു എസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്നൊരു ചേഞ്ച് നമ്മളുടെ എക്സ്പോർട്ട് മേഖലയെ ബാധിക്കും. പ്രത്യേകിച്ച് ഇടത്തരം ചെറുകിട MSME-കളെ അത് ബാധിക്കും. കേരളത്തിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് പറയാൻ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്തുന്ന ഒരു മാർക്കറ്റാണ് അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ, അതുപോലെയുള്ള സീ ഫുഡ്സ്, ഗാർമെൻറ്റ്സ്, കയർ, നമ്മുടെ സ്പൈസസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ വിഴിഞ്ഞ് വന്നതിന് ശേഷം ഇതിലൊരു ഹൈക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുകൊണ്ട് ആ സമയത്താണ് പിന്നെ ഇങ്ങനൊരു താരിഫ് വരുന്നത്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതെങ്ങനെയായിരിക്കും? കേരളം ഒരിക്കലും ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്കില്ല. നമ്മൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സോ നമ്മൾ വ്യാപകമായിട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ എക്സ്പോർട്സ് മേഖലയിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചെമ്മീൻ്റെ കാര്യത്തിലാണെങ്കിലും കയർ ഇപ്പോൾ തന്നെ ആൾറെഡി അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ലാഭവും കൂടെ നോക്കുമ്പോൾ ബ്രിമ്മിലാണ് ആ ബിസിനസ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ മാർക്കറ്റിൽ, അതിൻ്റെ എക്സ്പോർട്ട് ഡിമാൻഡ് മാർക്കറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവരെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ചൈനക്കെതിരെ ട്രംപ് ഇങ്ങനെ താരിഫ് ഇട്ട സമയത്ത് ഒരു റിട്ടാലിയേഷൻ ആക്ഷൻ എന്നുള്ള നിലക്ക് ചൈന തിരിച്ചും പകരച്ചും കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? അതൊരു പൊളിറ്റിക്കൽ വില്ലിന് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചൈനയുടെ സാഹചര്യത്തിൽ ചൈനയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, അവരുടെ പ്രൊഡക്ഷൻ സെക്ടറിനെ, മാനുഫാക്ചറിങ് സെക്ടർ വളരെ സ്ട്രോങ് ആണ്. വളരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞ രീതിയിൽ അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാനുമുള്ള വളരെ വ്യാപകമായ സപ്ലൈ ചെയിൻ ചൈനയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്രയും വലിയ ഒരു സിസ്റ്റത്തിന്, വലിയൊരു ലാർജ് ഇക്കോണമിക്ക് അത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു പകരച്ചുങ്കം ചുമത്തിയാൽ അത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും.
ഇന്ത്യയെ സംബന്ധിച്ച് അത്ര വ്യാപകമായൊരു സപ്ലൈ ചെയിൻ നമുക്ക് നിലനിൽക്കുന്നില്ല. അതായത് ഒരു സപ്ലൈ ചെയിനിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇത് പരിഹരിക്കാനോ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൈസ് സിസ്റ്റമോ സപ്ലൈ ചെയിൻ സിസ്റ്റമോ നമുക്ക് നിലനിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അത്തരത്തിലൊരു പോളിസി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ, ചൈനയെ പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ ട്രംപിൻ്റെ താരിഫ് വന്ന ശേഷം പ്രധാനമന്ത്രി ഒരു സൂചന എന്നോണം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ എന്തു വില കൊടുത്തും, അതിന് എൻ്റെ പേഴ്സണൽ പ്രൈസ് ആണെങ്കിലും വില കൊടുത്തും രാജ്യം മുന്നിലുണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈയിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അവിടെയൊക്കെ ഇന്ത്യയുടെ കാർഷിക മേഖല തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ക്ഷീര മേഖല തുറന്നു കൊടുക്കണം. ഇങ്ങനെയുള്ള ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂരിഭാഗം മനുഷ്യരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന അങ്ങനെ ഒരു എക്കോണമിയാണല്ലോ. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില നടപടികളിലേക്ക് ഇന്ത്യക്ക് പരിമിതി ഉണ്ടാകും. പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തോടു കൂടി, അതോടൊപ്പം തന്നെ റഷ്യയുമായുള്ള സഹകരണത്തിൽ ട്രംപിൻ്റെ ഭീഷണി ഉണ്ടായിട്ടും ഇന്ത്യ അതിന് വഴങ്ങാത്തൊരു സാഹചര്യത്തിൽ ഇന്ത്യ ഇനി ഇതിനെതിരെ നമ്മുടെ എക്കോണമിയെ പിടിച്ചു നിർത്താൻ വേണ്ടി എടുത്തേക്കാവുന്ന മെഷേഴ്സ് എന്തൊക്കെയായിരിക്കും? യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. കാരണം എന്താണ് പ്രധാനമന്ത്രിക്ക് ഇതിൽ വ്യക്തിപരമായിട്ട് നഷ്ടം വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യവുമല്ലല്ലോ. ഇത് വളരെ നഷ്ടപ്പെട്ടൊരു അല്ല, അത് മാത്രമാണ് അതിൽ. അതും ഒരു വ്യക്തിപരമായ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് വാറും രണ്ട് വിഷയമായിട്ടാണ് കാണേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഈ സ്വതന്ത്ര വ്യാപാര കരാർ US-ഉമായിട്ട് സൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കാർഷിക മേഖലയ്ക്ക് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ UK-യുമായിട്ടൊരു ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് UK-യുടെ പാർലമെൻറ്റിൽ അത് റാറ്റിഫൈ ചെയ്തതിന് ശേഷമേ പ്രാവർത്തികമാവുകയുള്ളൂ. ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് റാറ്റിഫിക്കേഷനൊന്നും ആവശ്യമില്ലാതെ സൈൻ ചെയ്തതിന് പിറ്റേ ദിവസം തന്നെ എഗ്രിമെൻറ്റ് നടപ്പിലാക്കാം എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് നിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ ഈ എഗ്രിമെൻറ്റുകളെ സംബന്ധിച്ച് അതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഒരു കാലത്തും നടന്നിട്ടില്ല. പണ്ട് WTOയുടെ സമയത്തായാലും പിന്നീട് ഇപ്പം നടക്കുന്ന എഗ്രിമെൻറ്റുകളായാലും അതൊരിക്കലും പാർലമെൻറ്റിൽ റാറ്റിഫൈ ചെയ്ത ശേഷം നടപ്പിലാക്കുന്ന ഒരു രീതി ഇന്ത്യയിൽ അതിന് ക്യാബിനറ്റ് അപ്രൂവൽ മാത്രം വരുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും വലിയ അസോസിയേഷനുകളുള്ള, അതായത് ഈ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള പല അസോസിയേഷൻസ് ഉണ്ടല്ലോ, ഈ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അത്തരം അസോസിയേഷൻസ് ഉള്ള പ്രൊഡക്ഷൻ സെക്ടറുകളാണെങ്കിൽ, ഇപ്പോൾ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ ടയർ മാനുഫാക്ചറേഴ്സോ റെഫ്രിജറേറ്റേഴ്സോ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ സെക്ടറുകളിൽ വലിയ അസോസിയേഷൻസ് ഉണ്ട്. ഈ അസോസിയേഷൻസ് എല്ലാം പ്രഷർ ഗ്രൂപ്പുകളായിട്ടാണ് പ്രവർത്തിക്കുക. ഈ പ്രഷർ ഗ്രൂപ്പുകൾ ഗവൺമെൻറ്റിൽ അവരുടെ പ്രോഡക്റ്റിന് എന്തുമാത്രം ടാരിഫ് റിഡക്ഷൻ വേണം, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എക്സ്ക്ലൂഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണോ, ടാരിഫ് റെഡ്യൂസ് ചെയ്യാത്ത കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളതിന് കൃത്യമായ പ്രഷർ ഗവൺമെൻറ്റിൽ ചുമത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർക്ക് ഈ പറയുന്ന പ്രഷർ ഗ്രൂപ്പുകളില്ല. അവർ ഒട്ടും യൂണിഫൈഡ് അല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കൾട്ടിവേറ്റേഴ്സിൻ്റെ പ്രഷർ ഗ്രൂപ്പുകളാണുള്ളത്. സാധാരണക്കാരായ കർഷകരുടെ ഉൽപ്പാദന രീതിയോ അല്ലെങ്കിൽ ഉൽപ്പാദന ബന്ധങ്ങളോ ഒന്നും പ്രതിഫലിക്കുന്ന ഗ്രൂപ്പുകളില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കാറ്റഗറി, അവരുടെ പ്രോഡക്റ്റുകൾ അവർ ഏത് കാറ്റഗറിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാറ്റഗറിയിൽ വരാത്തൊരു സാഹചര്യം, അത് പ്യുവർലി അവരിൽ പല താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം വരും. ഇത് തന്നെയാണ് ആസിയാൻ കരാറിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത്. അപ്പം അത്തരം സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതിൽ വലിയ പ്രഷർ ഗ്രൂപ്പുകളല്ലാത്ത ആളുകളുടെ ഉൽപ്പാദകരുടെ പ്രോഡക്റ്റുകൾ അവരിഷ്ടപ്പെടാത്ത കാറ്റഗറികളിൽ വരികയും അതിൻ്റെ ടാരിഫ് നമ്മൾ കണ്ടമാനം കുറയ്ക്കുകയും നമ്മളുടെ പ്രൊഡക്ഷൻ സെക്ടറിനെ അത് ബാധിക്കാതെ വരികയും ചെയ്യും.
ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് രാജ്യത്തെ എക്സ്പോർട്ടേഴ്സിനെ അവരുടെ എക്സ്പോർട്ട് ബിസിനസ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ അവരെ പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻസ് വഴി പലതരത്തിലുള്ള എക്സ്പാൻഷണറി ആയിട്ടുള്ള ധനകാര്യ നയങ്ങൾ വഴി അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ എക്സ്പോർട്ട് ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്യും. അത് അടിയന്തരമായിട്ടിപ്പം ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. ബാക്കി ബ്രിക്സിനെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ ബാക്കി വ്യാപാര ബന്ധങ്ങൾ, പുതിയ സപ്ലൈ ചെയിനുകൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ അതിൽ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം രാജ്യത്തെ എക്സ്പോർട്ട് ബിസിനസ്സിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ എക്സ്പോർട്ടേഴ്സിന് വേണ്ട സഹായം കേന്ദ്ര ഗവൺമെൻറ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ വാർത്തകളും റിപ്പോർട്ടുകളും വരുന്നതിനനുസരിച്ച് ട്രംപ് ഈ താരിഫ് വെച്ച് നടത്തിയ കളി ബൂമറാങ്ങായി തിരിച്ചടിച്ചിട്ടുണ്ടോ എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ പോലും തുടക്കത്തിൽ ട്രംപ് അധികാരത്തിലേറുന്നത് മുതൽ സൗഹൃദ രാജ്യങ്ങളിലായിരുന്ന ഇന്ത്യ ഈ താരിഫിൻ്റെ വിഷയത്തിലും അതിനുശേഷം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അതിൽ മധ്യസ്ഥത വഹിച്ച വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയുമായുള്ളൊരു ബന്ധം ഉലയുകയും അതോടൊപ്പം തന്നെ പാരലലി ഇന്ത്യ റഷ്യയുമായും ചൈനയുമായൊക്കെ ബന്ധം സ്ഥാപിക്കാനുള്ള പുതിയ വ്യാപാര സാധ്യതകൾ തേടാനുള്ള ഒരു നീക്കം ആരംഭിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഈ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ ലോകക്രമത്തിന് ഈ ഒരു പശ്ചാത്തലത്തിൽ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് ഒരു മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഇത്രയും കാലം അമേരിക്ക അടക്കമുള്ള ലോകശക്തികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രീ ട്രേഡാണ് ഏറ്റവും ഓപ്റ്റിമമായിട്ടുള്ള, ഏറ്റവും അഭികാമ്യമായിട്ടുള്ള വ്യാപാര സംവിധാനം എന്നുള്ളതാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ പുറത്ത് ആ ഒരു ഇത്രയും കാലം പറഞ്ഞു വന്നത് മാറ്റുകയും മറ്റൊരു പുതിയ ക്രമത്തിലേക്ക് മാറാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യുകയാണ് അമേരിക്ക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം കൃത്യമായിട്ട് ഒരു പിന്നെ ഈ ലോകക്രമവുമായിട്ട് യോജിച്ച് നിന്നിരുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരു ഗ്ലോബൽ സൗത്തിനെ കൂടുതലായിട്ട് ആശ്രയിക്കാനും അതിലേക്ക് വ്യാപാരത്തിൻ്റെ ബന്ധങ്ങൾ പിന്നെ മാറ്റി ചിന്തിക്കാനും അതിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ളൊരു ചേഞ്ച് സാധ്യമാക്കാനും സാധിക്കണം. അങ്ങനെ സാധിക്കുന്നത് വഴി മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ രീതിയിൽ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്കത് സാധിക്കണം. റൈറ്റ്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. നമ്മൾ ആരിൽ നിന്ന് എണ്ണ വാങ്ങണം, നമ്മുടെ കച്ചവടം ആരുമായി ആവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണകർത്താക്കളാണ്. നമ്മുടെ സാമ്പത്തിക സാഹചര്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗുണം എല്ലാം നോക്കിയിട്ടാണ്. അത് അമേരിക്കയാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന് നോക്കി നമുക്ക് പിഴയിടാൻ, താരിഫിൻ്റെ രൂപത്തിൽ പിഴയിടാൻ അവർക്ക് എന്താണ് അധികാരം എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും താരിഫ്, ഈ 50% താരിഫ് ഇറക്കുമതി തീരുവ നിലവിൽ വരികയാണെങ്കിൽ തന്നെ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും, അതിനെ ഒരു പ്രതികാര നടപടി എന്നോണം നമ്മുടെ ഭരണകൂടം എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും, ഇതെല്ലാം കാത്തിരുന്നു കാണണം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.